ചാലഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ്? ട്രൈ നോട്ട് ടു റിയാക്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് നമ്മളെ പുളി ഉരുട്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇവിടെ 2 ലെമൺ, പിന്നെ ഇവിടെ ഉപ്പ്. ഇതെന്താണ്? മുളക് പൊടി എന്ന് മുളകും നാരങ്ങാനീരും, പിന്നെ നാരങ്ങാനീരും വിനാഗിരി. ആദ്യത്തെ റൗണ്ട് നമ്മൾ ചെയ്യുന്നത് നാരങ്ങ ഉപ്പിൽ മുക്കിയിട്ട് കഴിക്കുകയാണ്. പിന്നെന്താ? മുളകും നാരങ്ങേന്റെ നീരും. പിന്നെ ഇതെന്താ? പുളി ഉരുട്ടിയിട്ട് മുളകൊക്കെ വെച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്? നാരങ്ങേന്റെ നീരും വിനാഗിരി. അതെ, സുർക്ക. ഓക്കെ. അപ്പൊ ഇത് ചെയ്തയാള് എന്താ പണിഷ്മെന്റ് ഉണ്ട്. റിയാക്ട് ചെയ്യാൻ പറയുമ്പോ കണ്ണടയ്ക്കാൻ പാടില്ല, വായ നോർമലായിട്ട് മാത്രം നിൽക്കാം. ചിരിക്കാൻ പാടില്ല, കരയാൻ പാടില്ല, കണ്ണിന് വെള്ളം ഇട്ടാൻ പാടില്ല. അത് കിട്ടും, പക്ഷെ അല്ലേ കണ്ണിന് അറിയാൻ പാടില്ല. അതെ, ഇങ്ങനെ റിയാക്ഷനെ ഇടാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ സാധാ പോലെ ഇരിക്കുക. അപ്പൊ നമ്മള് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. ആദ്യം ഫസ്റ്റ് റൗണ്ടിലല്ലേ തുടങ്ങുകയല്ല. ഇതാണ് നാരങ്ങ. കണ്ടറിയില്ല എനിക്ക്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓറഞ്ച് ആണ്, വിചാരിക്കുന്നത് നാരങ്ങയാണ്. അപ്പൊ ഈ നാരങ്ങന്റെ മേലെ ഉപ്പിടുക. അത് ഞാൻ കുറെ കഴിഞ്ഞ ശീലമാണ്. ഞാൻ വിഷമ ഇതും ഉപ്പൊക്കെ മുക്കി ഇങ്ങനെ കഴിക്കലാണ് എന്റെ പണിക്ക്. കുഞ്ഞു നാരങ്ങ കഴിക്കണത് ഞാൻ നിർത്തണം. മൊത്തം കഴിക്കണം. ഓക്കെ, ഞങ്ങള് എടുത്തിട്ടുണ്ട്. അപ്പോഴേ തീരല്ലേ കേട്ടോ. ഉള്ളിൽ കയറിയതാ. ഓക്കെ, പണിഷ്മെന്റ് വേണ്ട. ഞാൻ ചെയ്യാൻ പോവാ. 3, 2 ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. പഠിക്കണോ? തിരിക്കണം കേട്ടോ. നേരത്തെയുണ്ട്. ഞാൻ ജയിച്ചത്. ഇനി തൊട്ടിട്ട് റൗണ്ട് തുടങ്ങട്ടെ. തൊലി കഴിക്കാൻ പറ്റില്ല കേട്ടോ. സോറി, ഞാൻ അത്രയും കഴിച്ചത്. തൊലിക്ക് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റൂല. അപ്പോൾ റിയാക്ട് ചെയ്തു. ഞാൻ റിയാക്ട് ചെയ്ത് പോയിട്ട് വിളിക്കും. അതിലുണ്ടോ? എനിക്ക് 0 എനിക്ക് വേണം. അപ്പൊ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇപ്പൊ കഴിക്കണം. വേണ്ട, അത് കഴിയണം. ഇനി നമ്മൾ മുളക് അടുത്തത്. ഇനി വലുത് മുളക് കടിക്കുക. എങ്ങനെ റിയാക്ട് ചെയ്യാൻ നിൽക്കുക? എങ്ങനെയാ റിയാക്ട് ചെയ്യാൻ നിൽക്കുക? ഓക്കെ, അപ്പൊ നമ്മളിതാ നല്ല പോടാടുന്നത്. ഉപ്പ് കഴിച്ചാൽ അല്ലേലേ ബുദ്ധിയില്ല, ഉള്ള ബുദ്ധി കൂടി പോയി. ഓക്കെ, നമ്മൾ നല്ല ഇടാ ഉരുട്ടിയുണ്ട്. ആദ്യം ഒന്ന് ചെറിയ ഭാഗം കഴിച്ചിട്ട് അതിൽ മുക്കാം. ആണ്. അപ്പോഴൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ റിയാക്ട് ചെയ്യാൻ പാടില്ല. ചിരിക്കാൻ കുഴപ്പമില്ല. ചിരിക്കാൻ റിയാക്ഷൻ, അങ്ങനത്തെ റിയാക്ഷൻ ഉണ്ടോ? നീ നക്കടിക്കില്ല. ഇനി കടിക്കാം. ഫുള്ള് കഴിക്കുക. ഒരു കഷ്ണം കടിച്ചാലേ മെല്ലെ കഴിക്കുന്ന ഫോളാണ്. ഇത്രയും മെല്ലെ കടിയില്ല. അതെ, കഥ കേട്ടില്ല. അതെ, അയ്യോ, എന്റെ കൈ കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയും കഴിച്ചു. ശരിക്കും ഒരു കടി അടിച്ചാൽ മതി. പക്ഷെ ഞാൻ 2-3 കടി അടിച്ചു. ഇത് ഇപ്പോഴും ഇത്ര കടിച്ചിട്ടുള്ളൂ. ഞാൻ ഇത്രയും കടിച്ചിട്ട് കേട്ടോ. കഴിക്കും മൊത്തം ഇത്രയും കഴിക്കണം.
അടുത്ത റൗണ്ട്. ഓക്കെ, സെക്കൻഡ് റൗണ്ടിലും അപ്പോൾ തോറ്റില്ല. തോറ്റു. ഇപ്പോഴാണ് റിയാക്ട് ചെയ്തത്. അപ്പൊ തോറ്റില്ല. അടുത്ത റൗണ്ടിലേക്ക് പോവാ. ഓക്കെ, അടുത്ത റൗണ്ട്. അടുത്ത റൗണ്ട്. ഓക്കെ, അടുത്ത റൗണ്ടിൽ പോവാം. ഫസ്റ്റ് അല്ല സെക്കൻഡ് റൗണ്ടില് ഞങ്ങൾ കണ്ടു ആർക്കുണ്ട് ഈ സൈഡിലത്തെ കഴിച്ചോണ്ട് നല്ല രണ്ട് പുളി പുളിയാണ്. വെള്ളം വരുന്നുണ്ട്. അയ്യോ, എത്ര മുളക് ഉപ്പ് കാണതില്. ഇതൊന്നും കാണില്ലട്ടോ ഗൈസ്. അയ്യോ, എന്റെ ഉപ്പ് ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇങ്ങനെ ഇതാണ് ഉപ്പും മുളകും. പുളി ഇതിങ്ങനെ കഴിക്കില്ല. കുറച്ച് വായിക്കിട്ടല്ലോ. പിന്നല്ലേ ഓരോ നടന്നിട്ടുണ്ടെ നല്ല വിട്ടാ. മതിയില്ലേ? ഒന്നുകൂടെ റിയാക്ട് ചെയ്യാം. റിയാക്ട് ചെയ്യാണ്ടിരിക്കാം. ലാസ്റ്റ് തരണം. ഞാനല്ല നമുക്ക് വെള്ളം വരുന്നുണ്ട് ഗൈസ്. ബട്ട് ഇറ്റ്സ് നോട്ട് ഗോണ സ്റ്റോപ്പ് മീ. തൊണ്ടേ കൂടെ എല്ലാം ഇറങ്ങി ചോറ് അങ്ങനെ അർത്ഥം പറ്റുക കുഴിയോ ഇതൊക്കെ ചില്ല. അത് അത്ര കൊണ്ട് കണ്ടു. കുളിക്കണ്ട കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ വിനേഗർ ആൻഡ് ഒരു സ്പൂണ് കുടിച്ചാൽ മതി. ആദ്യം ഉണ്ണി റിയാക്ട് ചെയ്യരുത്. ഉണ്ണി ഉണ്ണി കണ്ണൊന്നും വരക്കിടാൻ പാടില്ല. എന്തായാലും ഇതില്ലാത്ത ഉണ്ണിക്ക് ഇതിന് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും വരുന്നില്ല കേട്ടോ ഗൈസ്. കഷ്ടപ്പെട്ട് റിയാക്ഷൻ ചെയ്യാൻ അടുത്ത തീരും. ഞാനത് മൊത്തം കുടിക്കാൻ പോകണ്ടത്. ഉണ്ണിക്ക് എന്താ അതൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഉപ്പ് വച്ച് കഴിക്കണോ? തോറ്റത്. എല്ലാ റൗണ്ടും കഴിഞ്ഞു. ഇതില് എനിക്ക് 2 പോയിന്റ്. എനിക്ക് 4 പോയിന്റ്. നമ്മുടെ പുളിയും മുളകും പിടിച്ചതല്ലേ കഷ്ടപ്പെട്ട് നിങ്ങൾ ഇവിടുന്ന് തോറ്റാല് നമുക്ക് എന്താ ചെയ്യാൻ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് 4 പോയിന്റിൽ ഞാൻ ജയിച്ചു, 2 പോയിന്റിൽ ഷീ ലൂസസ് ദ ഗെയിം. എന്നിപ്പോ നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം. പണിഷ്മെന്റ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എന്താ പണിഷ്മെന്റ്? എന്തായാലും ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു മുളക് മൊത്തം ഇത്ര കഴിക്കാ. അത് ശരിയാട്ടോ ഗൈസ്, ഞാൻ അത്ര കഴിച്ചു അപ്പോൾ ഇത്ര കഴിച്ചു. അത് ഫൗളാണ്. അപ്പൊ എന്തായാലും മൊത്തം ഞാൻ ഇത് കഴിക്കാ. അതന്നെ ഇത് അല്ല അത് കണ്ടത് അത് കഴിച്ചോളാം. അതില് 2 കഴിച്ചാൽ പുളിങ്കുരു വിഴുങ്ങി അതിൽ ഉപ്പ് വെച്ചിട്ട് പുളിങ്കുരു വിഴുങ്ങി തരാം. നമുക്ക് ഇങ്ങനെ മുക്കിട്ട് കഴിച്ചു. 2 തീരെ കണ്ണിച്ചോറില്ലാണ്ട് ഞാനാ തരണ്ടേ? ഞാനല്ല തരണ്ടേ. കടിക്ക് കടിക്ക് കടിക്കണം. റിയാക്ഷൻ കടിച്ചു കഴിക്കണം. ഞങ്ങളുടെ വിഴുങ്ങിയത് കഴിക്കാ. ഞാൻ റിയാക്ഷൻ തന്നെ കുഴപ്പമില്ല. പണിഷ്മെന്റ് അല്ലേ? ഫാമിലി ഒരു ഭക്ഷണം കൂടി കഴിക്കാം. നോക്ക്
പറഞ്ഞില്ല. ശരിയാ ഗൈസ്, നമ്മളെ ലാസ്റ്റുള്ള ചലഞ്ചാണത്. ഇന്നില്ല അപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് കടിച്ചു ഒരു കടി കൂടി കടിച്ചു. കുറച്ച് ഉപ്പ് ഒത്തിരി അത് കുറച്ച് ഒരാള് പണിഷ്മെന്റ് കൊടുക്കാൻ വേറെ പണിഷ്മെന്റ് ചലഞ്ച് ചെയ്യില്ലെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ഇത് കണ്ടു കമന്റ് ചെയ്യാം. അടുത്ത ചലഞ്ച് എന്താ ചെയ്യേണ്ടതെന്ന് അതും അടുത്ത സോറി അടുത്ത ചലഞ്ച് എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് വീണ്ടും ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുക. ഒരു അട്ടനടിക്കാൻ